ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഡീമിന് ശേഷം മോദി പറയുന്നത് ഒരു പണരഹിത സമൂഹത്തിലേക്കുള്ള പണരഹിത സമുദായം, കാഷ്ലെസ് സൊസൈറ്റി, അതിലേക്കുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള വാദമുഖം. ആദ്യം പറഞ്ഞത് കള്ളപ്പണം പിടിക്കുക എന്നതായിരുന്നു എങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മുദ്രാവാക്യം മാറ്റുകയാണ് ഉണ്ടായത്. മുദ്രാവാക്യം മാറ്റുക മാത്രമല്ല, അതിനുള്ള സജീവ തീവ്ര ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. 35 കോടിയിലധികം ആളുകൾ നിരക്ഷരർ, അതിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഈ സാഹചര്യത്തിലുള്ള ഇന്ത്യയെ വളരെ പെട്ടെന്ന് പണം ഇല്ലാത്ത ഒരു സമൂഹമാക്കി മാറ്റാം എന്ന നിലയ്ക്ക്, ഓൺലൈനിൽ എല്ലാം ചെയ്തു കളയാം എന്ന നിലയ്ക്ക് ചിന്തിക്കുന്ന ആളാണ് മോദി എന്ന് നമുക്കറിയാം. ഏതായാലും അതുമായി ബന്ധിപ്പിച്ച് പരിഷ്കരണങ്ങൾ നടത്തുന്നതിന് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കമ്മിറ്റിയെ അദ്ദേഹം നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം, ഇന്ന് കൗതുകകരമായി തോന്നുന്ന ഒരു നിർദ്ദേശം പുറത്തേക്ക് വന്നിരിക്കുന്നു. ദീപിക എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. 50,000 രൂപയിൽ കൂടുതലുള്ള 50,000 രൂപ മുതൽ അങ്ങോട്ട് നടക്കുന്ന വിഡ്രോവൽ, ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ അതിന് ബാങ്കിൽ നിന്ന് പിൻവലിച്ചാൽ അതിന് നികുതി നൽകണം. 0.01 നികുതിയാണ് നൽകേണ്ടത്. ആ നിലയ്ക്ക് 50,000-ൽ കൂടുതലുള്ള പിൻവലിക്കലുകൾക്ക് നികുതി നൽകണമെന്ന നിലയ്ക്കുള്ള നിർദ്ദേശം ചന്ദ്രബാബു നായിഡുവിൻ്റെ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ 50,000 മുതലുള്ള ഈ പിൻവലിക്കലുകൾക്കാണ് ഈ നിലയ്ക്കുള്ള നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. 24,000 രൂപയെ സാധാരണക്കാർക്ക് ഒരാഴ്ച പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 50,000 രൂപ പിൻവലിക്കാൻ കഴിയുന്ന സാധ്യത തുലവും വിരളമാണെങ്കിലും ഭാവിയിൽ അത്തരം സാധ്യതകൾ സംഭവിച്ചുകൂടായികയില്ല. ഈ കാര്യത്തിലുള്ള നിരോധങ്ങൾ മാറ്റിക്കൂടായികയില്ല. അതുകൊണ്ട് തന്നെ 50,000 രൂപ പിൻവലിച്ചാൽ 0.01% നികുതി അതിനേർപ്പെടുത്തണം എന്ന നിലയ്ക്കുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ വാർത്ത ദീപിക ലീഡ് വാർത്തയാക്കുന്നത് കാണുക. 50,000 രൂപയിൽ കൂടുതൽ ബാങ്കിൽ നിന്ന് പിൻവലിച്ചാൽ നികുതി 0.1% ശുപാർശ ചന്ദ്രബാബു നായിഡു കമ്മിറ്റിയുടേത്. ബാങ്കുകളിൽ നിന്ന് 50,000 രൂപയിൽ കൂടുതൽ പണമായി പിൻവലിച്ചാൽ നികുതി ചുമത്താൻ ശുപാർശ. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാട് വ്യാപിപ്പിക്കാൻ വേണ്ട നടപടികളിൽ ഒന്നായാണ് ഈ ശുപാർശ വന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അധ്യക്ഷനായ മുഖ്യമന്ത്രിമാരുടെ കമ്മിറ്റിയാണ് ശുപാർശ നൽകിയിരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മോദിയല്ല ആദ്യമായി ഇത്തരമൊരു നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയത്. ഇതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ഇങ്ങനൊരു നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു. സാക്ഷാൽ ചിദംബരമാണ് അത് ഏർപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ വളരെ പെട്ടെന്ന് അത് പിൻവലിക്കുകയും ചെയ്തു, അതിൻ്റെ അപ്രായോഗികതയെ മുൻനിർത്തി. ആ വാർത്തയും ദീപിക പഴയ ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ദീപിക നമ്മോട് പറയുന്നു. ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നതിന് നികുതി മുമ്പേ കൊണ്ടുവന്നതാണ്. ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നതിനുള്ള നികുതി ഇന്ത്യ പരീക്ഷിച്ച് പിൻവലിച്ച കാര്യമാണ്. 2005-ൽ ധനമന്ത്രി പി ചിദംബരം ഏർപ്പെടുത്തിയ ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് പിന്നീട് അദ്ദേഹം തന്നെ പിൻവലിക്കേണ്ടിയും വന്നു. ആ നിലയ്ക്കുള്ള ഒരു പരാജയപ്പെട്ട അനുഭവം നമുക്കിക്കാര്യത്തിൽ മുന്നിലുണ്ട്. പരാജയപ്പെട്ട ഒരു കാര്യം, ജനങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കൂടി അടിച്ചേൽപ്പിക്കാൻ പോകുന്നു ഇന്ത്യൻ ജനതയുടെ മേൽ എന്ന് വേണം ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ആലോചിക്കാൻ. ഇത്തവണ ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതി തന്നെയായിരിക്കും. സുപ്രീം കോടതി അതിനുള്ള പച്ചക്കൊടി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന് അനുമതി നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപാധികളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ബജറ്റ് തന്നെ ഒരു പോപ്പുലിസ്റ്റ് മുദ്രാവാക്യമായി അധപ്പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം
എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിരിക്കുന്ന ഉപാധി. കാരണം ഈ സ്റ്റേറ്റുകളിലേക്ക് പ്രത്യേക താല്പര്യത്തോടെ എന്തെങ്കിലും നിലവാരത്തിലുള്ള സൗജന്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് നിശ്ചയമായും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറും. അതുണ്ടാകരുത്. അനധികൃതമായി വാരിക്കോരി കൊടുക്കുന്ന നിലയ്ക്കുള്ള വാഗ്ജാടകളൊന്നും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശം ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിക്കൊണ്ടാണ് ഫെബ്രുവരി 1 ബജറ്റ് അനുവദിക്കാൻ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബജറ്റിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് ദീപിക നിരീക്ഷിക്കുന്നു. അതിൻ്റെ ലീഡ് വാർത്തയ്ക്ക് തൊട്ടു താഴെ തരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലൂടെ തെരഞ്ഞെടുപ്പിലുള്ള സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ പ്രഖ്യാപിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ നടക്കുന്ന പദ്ധതികൾ വേഗം പൂർത്തീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കുകയോ ചെയ്യരുത് എന്ന നിലയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ബജറ്റ് ആ അർത്ഥത്തിൽ അങ്ങേയറ്റം ശുഷ്കമായിരിക്കും എന്ന പ്രതീക്ഷയാണ് ദീപിക അതിൻ്റെ രണ്ടാമത്തെ വാർത്തയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് പത്രങ്ങൾ തരുന്ന മറ്റൊരു വാർത്ത, കേരള ബജറ്റ് മാർച്ച് 3 അവതരിപ്പിക്കപ്പെടും എന്നും ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. ഡിമോണിറ്റൈസേഷൻ നോട്ട് റദ്ദാക്കൽ വന്നതിന് ശേഷം ബാങ്കിലെ തിരിച്ചടവൊക്കെ തദൈവയായി മാറിയിട്ടുണ്ടാകും. ബാങ്കിൽ എടുത്ത കടവായ്പ തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ ആളുകൾ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ പിൻവലിക്കാവുന്ന തുകയ്ക്കകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാൻ ആളുകൾക്ക് കഴിയാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 2 മാസമായി തിരിച്ചടവിൻ്റെ കാര്യത്തിൽ ഉദാസീനത വന്നു ഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക വായ്പയ്ക്ക് 2 മാസമുണ്ടല്ലോ, അതിൻ്റെ പലിശ ഉപേക്ഷിച്ചു. ആ പണം സർക്കാർ നൽകും ബാങ്കുകൾക്ക്. ആ വാർത്തയാണ് ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്നത്. ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കി ആഘോഷിച്ചിട്ടുമുണ്ട്. കാണുക, കാർഷിക വായ്പ പലിശ ഉപേക്ഷിച്ചു. 20,000 കോടി രൂപ വായ്പയെടുക്കാൻ നബാർഡിന് അനുമതി, ഒഴിവാക്കിയത് 2 മാസത്തെ പലിശ. സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത ഹ്രസ്വകാല കാർഷിക വായ്പയുടെ 2 മാസത്തെ പലിശ ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇതിന് മുൻകാല പ്രാബല്യത്തോടെ അനുമതി നൽകി. നവംബർ ഡിസംബർ മാസങ്ങളിലെ പലിശ തിരിച്ചു നൽകും. നോട്ട് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി കണക്കിലെടുത്താണിത്. 2 മാസത്തെ വായ്പാ പലിശ സഹകരണ ബാങ്കുകൾക്ക് ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നബാർഡ് അത് നൽകും. 1,060 കോടി രൂപയാണ് ഇതിന് വേണ്ടി വരിക. ഈ വാർത്ത ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത് എന്നവർ വ്യക്തമാക്കുന്നു. നോട്ട് നിരോധനം കൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് അനവരതം നമ്മോട് ആണയിട്ട് പറയുന്ന സംഘപരിവാര പത്രമാണ് ജന്മഭൂമി. ആ പത്രത്തിനു പോലും അതിൻ്റെ പ്രഖ്യാപിതമായ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട നയത്തിന് വിരുദ്ധമായി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുക. ഈ നോട്ട് പിൻവലിക്കൽ ഒരു പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഇതുവരെ വാദിച്ച ജന്മഭൂമിയുടെ വാചകം കാണുക. ഇപ്പോൾ നേരത്തെ വായിച്ച വാചകം തന്നെയാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലെ പലിശ തിരിച്ചു നൽകും. നോട്ട് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി കണക്കിലെടുത്താണിത്. അപ്പോൾ നോട്ട് പിൻവലിച്ചതുമായി ബന്ധിപ്പിച്ച് പ്രതിസന്ധി ഉളവായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഭംഗ്യന്തരേണ അംഗീകരിക്കേണ്ടി വരുന്നു. അതിനെ പാടി പുകഴ്ത്തുന്ന ജന്മഭൂമിക്കു പോലും. അവയവദാനം വലിയൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് താനും. അതുകൊണ്ട് മസ്തിഷ്കാഘാതം സംഭവിച്ച് ആസന്ന മരണ സ്വഭാവത്തോട് കിടക്കുന്ന രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് അവരുടെ ചലിക്കുന്ന അവയവങ്ങൾ, ജീവിക്കുന്ന അവയവങ്ങൾ അത് അനിവാര്യമായി തീർന്നവർക്ക് നൽകുന്നതിനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കാറുണ്ട്. അത്തരം ശ്രമങ്ങൾ ബന്ധുക്കൾ നടത്തുമ്പോൾ അതിനെ പത്രലോകം, മാധ്യമലോകം പാടി പുകഴ്ത്താറുമുണ്ട്, വലിയ ഒരു ഉദാത്ത സമീപനം എന്ന നിലയ്ക്ക്. പക്ഷേ ഇതിനു പിന്നിൽ വലിയ കച്ചവടമാണ് നടക്കുന്നത്. മസ്തിഷ്കാഘാതം വന്നവരെ ഒരുപക്ഷെ കൊല്ലുക പോലും ചെയ്യുന്നുണ്ടോ എന്ന്
ഈ അവയവങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കൊല്ലുക പോലും ചെയ്യുന്നുണ്ടോ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നുവരെ ആലോചിക്കേണ്ടി വരുന്ന സംഭ്രമജനകമായ ഗതികേടിലേക്ക് ഈ കാര്യത്തിൽ കേരളം നീങ്ങിയിരിക്കുന്നു എന്ന നിലയ്ക്ക് കേരള കൗമുദി എന്ന പത്രം ഇന്നലെ ഒരു ലീഡ് വാർത്ത തരികയുണ്ടായി. ഇന്ന് ആ വാർത്തയുടെ തുടർ വാർത്ത കേരള കൗമുദി ഉചിത ഭംഗിയോടെ തരുന്നത് കാണുക. അവയവദാനം കച്ചവടം നടക്കില്ല എന്ന ശീർഷകത്തിൽ അതേ സംബന്ധിച്ച വാർത്ത തരുന്നു. കർശന വ്യവസ്ഥകൾ വരുന്നു, ഉത്തരവ് ഉടൻ വരും എന്നാണ് കേരള കൗമുദി നിരീക്ഷിക്കുന്നത്. സി വിമൽകുമാർ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ: അവയവദാനത്തെ പറ്റിയുള്ള അജ്ഞത മുതലെടുത്ത് നടത്തുന്ന കച്ചവടം അവസാനിപ്പിക്കാൻ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്താനും മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇതിനു മുമ്പ് സ്വകാര്യ ഡോക്ടർമാർ മാത്രമായി ഉറപ്പാക്കിയാൽ മതിയായിരുന്നു. ഇനി അതുപോരാ, ഒരു ക്രോസ് ചെക്ക് എന്ന നിലയ്ക്ക് സർക്കാർ ഡോക്ടർമാർ കൂടി അക്കാര്യത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് കേരള സർക്കാർ തീരുമാനിച്ചു. അവയവദാനത്തിൻ്റെ മറവിൽ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കടുത്ത ചൂഷണവും കച്ചവടവും നടക്കുന്നതായുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഇടപെടുന്നത് എന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ കേരള കൗമുദിയോട് പറഞ്ഞു. നമുക്ക് ധാരാളം ഡോക്ടർമാരുണ്ട്, ആ ഡോക്ടർമാർക്ക് വലിയ സംഘടനകളുണ്ട്, ആ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നുമൊക്കെയുണ്ട്. പക്ഷേ ഒരു എത്തിക്സ് എന്ന നിലയ്ക്ക്, ഒരു ധാർമ്മികത എന്ന നിലയ്ക്ക് ഈ ഡോക്ടർമാരോ അവരുടെ സംഘടനകളോ ഈ നടക്കുന്ന കച്ചവടത്തെ എതിർത്തതായി നമുക്കറിയില്ല. അങ്ങനെ എതിർക്കാതിരിക്കുകയും ഒപ്പം വലിയൊരു കച്ചവട സാധ്യത ആസന്ന മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന നിലയ്ക്ക് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയാണ് സ്വകാര്യ ആശുപത്രിയും അവിടുത്തെ ഡോക്ടർമാരും എന്നാണ് സർക്കാർ പറയുന്നത്. കൊന്നാലും ഇത് നാം അറിയാൻ പോകുന്നില്ല എന്നാണ് രാജീവ് നാരായണൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി പറയുന്നു കാണുക. അത് പ്രത്യേക പ്രാധാന്യത്തോടെ കേരള കൗമുദി ഒരു ബോക്സ് വാർത്തയാക്കി തരുന്നു. അതിങ്ങനെയാണ്: ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നയാളെ മസ്തിഷ്ക മരണം വിധിച്ച് മനഃപൂർവ്വം കൊല്ലാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ പറഞ്ഞു. ഇന്നലെ കേരള കൗമുദി ഈ വാർത്ത തരുമ്പോൾ അത് ഈ പങ്ക്തിയിൽ എടുത്തിരുന്നു. ആ വാർത്തയിൽ ഓരോ അവയവങ്ങൾക്കും ലഭിക്കുന്ന വിലയിട്ട് വിൽക്കുകയാണ്, ലേലം വിളിച്ച് വിൽക്കുകയാണ്. ആ വിലയിട്ട വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന പണമുണ്ടല്ലോ, ആ പണത്തോടുള്ള ആർത്തിയാണ് മസ്തിഷ്ക മരണം യഥാർത്ഥത്തിൽ ഒരു അനുചിതമായ കൊലപാതകമാണോ എന്ന നിലയ്ക്ക് സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന. അത് ആരോഗ്യവകുപ്പ് സെക്രട്ടറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ. ഈ ഡോക്ടർമാർ പ്രത്യേക താല്പര്യത്തോടെയും പ്രാധാന്യത്തോടെയും ശ്രദ്ധാപൂർവം എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ജല്ലിക്കെട്ടിനെ സംബന്ധിച്ച് വീണ്ടും തുടർ വാർത്തകൾ വരുന്നു. തമിഴ്നാട്ടിലെ കലാപമോ അല്ലെങ്കിൽ കലഹമോ ഒക്കെ കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ തുടർ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കോടതിയിൽ നിന്നും അതുപോലെ തന്നെ സിനിമാ താരങ്ങളിൽ നിന്നും കമലഹാസനാണ് ഇന്നലെ അതേ സംബന്ധിച്ച് അഭിപ്രായം പുറപ്പെടുവിച്ചത്. അത്തരം വാർത്തകൾ തുടർന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ പത്രലോകം നമുക്ക് തരുന്ന സൂചന. മാധ്യമം എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്ത തരുന്നത് കേന്ദ്രം പിൻവാങ്ങി എന്ന ശീർഷകത്തിലാണ് വാർത്ത തരുന്നത്. വിജ്ഞാപനം പിൻവലിച്ചു, ജല്ലിക്കെട്ടിന് അംഗീകാരമാകുന്നു, കേന്ദ്രം പിൻവാങ്ങി. കേരളത്തിലെ കാളപൂട്ടിന് എന്തായാലും നിരോധനം വരും. ജല്ലിക്കെട്ടിനും കാളപൂട്ടിനും സർക്കാർ കഴിഞ്ഞ വർഷം അനുമതി നൽകിയതിനെതിരായ കേസിൽ വിധി പറയാനിരിക്കെയാണ് നാടകീയമായി കേന്ദ്ര സർക്കാർ അതിൻ്റെ വിജ്ഞാപനം പിൻവലിച്ചത്. വലിയ തോതിലുള്ള കള്ളക്കളിയാണ് സംസ്ഥാന സർക്കാരും തമിഴ്നാട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ജനങ്ങൾക്ക് പിന്നിൽ അണിയറയിൽ കണ്ണിറുക്കി നടത്തിയത്. കോടതിയെപ്പോലും ആ കാര്യത്തിൽ അവർ നോക്കുകുത്തിയാക്കി മാറ്റുകയും ഒരാഴ്ചത്തേക്ക് ഈ കാര്യത്തിൽ വിധി പറയരുതേ എന്ന് സർക്കാർ വക്കീലിനെ കൊണ്ട് കേന്ദ്രം വാദിപ്പിച്ച് ഒരാഴ്ച സമയം സംഘടിപ്പിച്ച് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുകയും ചെയ്തു. ആ നിലയ്ക്കുള്ള വാദമുഖമാണ് 3 മനുഷ്യരുടെ ജീവൻ തമിഴ്നാട്ടിൽ അപഹരിച്ചത്. കാളയുടെ ആ കളിയിലൂടെ, കാളക്കളിയിലൂടെ 3 പേരെ കൂടി കൊല്ലുക എന്നതിൽ കവിഞ്ഞ് 86 പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാകുന്ന അവസ്ഥ സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് കോടതിയെ നോക്കുകുത്തിയാക്കുന്നത് വഴി എന്ത് നേട്ടമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും
അതുമാതിരി തന്നെ തമിഴ്നാട് സംസ്ഥാന മുഖ്യമന്ത്രിയും ഒരു കള്ളക്കളിയിലൂടെ ചെയ്തെടുത്തത് എന്നൊക്കെ ആലോചിക്കുന്ന കാലം വരിക തന്നെ ചെയ്യും. ഏതായാലും തുടർന്നും അതേ സംബന്ധിച്ചുള്ള ഒളിച്ചുകളി നടക്കുകയാണ് കോടതിയുടെ തിരുമുറ്റത്ത്. ഹസനുൽ ബന്ന ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ദില്ലിയിൽ നിന്ന്. കാളകളെ ഉപയോഗിച്ചുള്ള വിനോദത്തിന് അനുമതി നൽകിയ 2016 വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഇതോടെ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിന് അംഗീകാരമാകുന്നു. അതേസമയം കേരളത്തിലെ കാളപൂട്ടിന് നിരോധനം വരും. ജല്ലിക്കെട്ട് നിയമവിധേയമാക്കി തമിഴ്നാട് നിയമം പാസാക്കിയ സാഹചര്യത്തിലാണ് വിജ്ഞാപനം പിൻവലിക്കുന്നത് എന്ന് അറ്റോർണി ജനറൽ മുകുൾ രോഹത്ഗി ചൊവ്വാഴ്ച രാവിലെ സുപ്രീം കോടതിയെ അറിയിച്ചു. തമിഴ്നാടിനും കേരളത്തിനും പുറമെ മഹാരാഷ്ട്ര, കർണാടക, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കാളകളെ ഉപയോഗിച്ച് നടത്തുന്ന വിവിധ വിനോദങ്ങൾക്കും 2016 വിജ്ഞാപനം അനുമതി നൽകിയിരുന്നു. ആ വിജ്ഞാപനം പിൻവലിക്കുന്നതോടെ അതേ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിയും. പക്ഷേ നിയമസഭ നിയമമാക്കി മാറ്റുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഓർഡിനൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാടിന് കാളയോട്ട മത്സരം നടപ്പാക്കാൻ കഴിഞ്ഞത്. അത്തരം കാര്യങ്ങൾ കേരളത്തിലെ നിയമസഭ നടത്തിയാൽ ഇവിടുത്തെ കാളപൂട്ടലിനും അനുമതി ലഭിക്കും. ഈ അർത്ഥത്തിൽ കേന്ദ്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന നിലയ്ക്ക് കൈമലർത്തി കഴിഞ്ഞിരിക്കുന്നു അവർ. ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു കേന്ദ്രം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഏതായാലും ഇന്നലെ കമൽഹാസൻ എന്ന നടനും ഇതേ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു. അണ്ണാദുരൈ, അതുമാതിരി തന്നെ കരുണാനിധി, MG രാമചന്ദ്രൻ, ജയലളിത എന്നീ 4 മുഖ്യമന്ത്രിമാർ സിനിമാ ലോകത്തു നിന്നാണ് ഗൗരവതരമായ ജനകീയത ഉണ്ടാക്കുകയും അധികാരത്തിലേക്ക് വരികയും ചെയ്തത്. ഒരിക്കൽ കൂടി തെറ്റായ ചില വീക്ഷണങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഒരു സിനിമാ താരം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി ഉയരാൻ പോകുന്നുവോ എന്ന സന്ദേഹം ജനിപ്പിക്കുന്ന രീതിയിലാണ് വാർത്തകൾ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കാണാതെ ഇരുന്നുകൂടാ. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിയമവിധേയമാക്കിയതിന് തൊട്ടുപിറകെ പുതിയ അവകാശവാദവുമായി പുതിയ സംസ്ഥാനങ്ങളും രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമാണത്. കർണാടകത്തിലും ആന്ധ്രയിലുമൊക്കെ ഈ നിലയ്ക്കുള്ള ആഘോഷങ്ങളുണ്ട്. അതൊക്കെ താൽക്കാലികമായി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ ഈ സംഭവഗതികൾ അവരുടെ ആവശ്യങ്ങൾക്കും ജീവൻ പകരാൻ ഉതകിയിരിക്കുന്നു. ആ അർത്ഥത്തിലുള്ള വാർത്തകളും നമ്മളെ തേടി ഇന്ന് പത്രലോകം തന്നിരിക്കുന്നു. ആ വാർത്തകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കർണാടകത്തിൽ കമ്പള നിരോധനം. കമ്പള എന്ന് പറയുന്നത് കാളയെ ഉപയോഗിച്ചുള്ള ഒരു വിനോദം തന്നെയാണ്. അത് നിരോധിക്കപ്പെട്ടതാണ്. ആ നിരോധനം പിൻവലിക്കണമെന്ന് കർണാടകയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അതിനെ മുൻനിർത്തി 18-ാം തീയതി ഒരു കർണാടക ബന്ദ്, തമിഴ്നാട്ടിലെ ബന്ദ് മാതിരി ഒരു കർണാടക ബന്ദ് വരാൻ പോകുന്നു. അതാണ് ഇതേ സംബന്ധിച്ച് ലഭിക്കുന്ന മറ്റൊരു അനുബന്ധ വാർത്ത. കമ്പള നിരോധം പിൻവലിച്ചില്ലെങ്കിൽ 18-ന് കർണാടക ബന്ദ്. രമേശൻ പീലിക്കോട് ആ വാർത്ത തരുന്നത് ഇങ്ങനെ: കർണാടകയിലെ പരമ്പരാഗത കാളയോട്ട മത്സരമായ കമ്പളയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 18-ന് കർണാടക ബന്ദ് നടത്തുമെന്ന് കന്നഡ വട്ടാർപക്ഷ നേതാവ് വട്ടാർ നാഗരാജൻ്റെ മുന്നറിയിപ്പ്. കമ്പള നിലനിർത്തുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലംബിക്കുന്ന മൗനം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയും ഇളവുകൾ ചെയ്തു എന്ന് വരാം സർക്കാർ. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ എന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ. നാളെ റിപ്പബ്ലിക് ദിനമാണ്. അതിൻ്റെ ആഘോഷം വരുമ്പോൾ മുഖ്യാതിഥിയായി ഇന്ത്യയിൽ വരുന്നു ഒരു വലിയ ദേശീയ നേതാവ്. നാളെ റിപ്പബ്ലിക് ദിനം ഈ ആഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായി അബുദാബി കിരീട അവകാശിയാണ് വരുന്നത് എന്ന വാർത്തയും ഇന്ന് നമ്മെ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വാർത്ത, ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ധീരതയുടെയൊക്കെ മെഡൽ സമ്മാനിക്കുന്ന ദിവസമാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ്, ധീരത തുടങ്ങിയവയെ മുൻനിർത്തി മെഡൽ നൽകാറുണ്ട്. ഇത്തവണ അത്തരമൊരു മെഡലൊന്നും ഉണ്ടാകില്ല എന്ന് മംഗളം എന്ന പത്രം 2 ആഴ്ച മുന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പങ്ക്തിയിൽ അത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതില്ലാതാക്കിയത് നമ്മുടെ
ഇവിടെയുള്ള IAS ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണെന്നും ബോധപൂർവമായ അനാസ്ഥയാണെന്നും അങ്ങനെ അനാസ്ഥ കാണിച്ചതിന് IPSകാരോടുള്ള IASൻ്റെ വിരോധമാണെന്നും ഒക്കെ മംഗളം റിപ്പോർട്ട് ചെയ്തിരുന്നു. മംഗളത്തിൻ്റെ റിപ്പോർട്ട് ശരിയായി മാറുന്നു എന്ന തുടർ വാർത്ത മംഗളം തരുന്നു. എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളമില്ലാതെ രാഷ്ട്രപതിയുടെ മെഡൽ പട്ടിക ഇറങ്ങി, തുലച്ചവർക്ക് ബിഗ് സല്യൂട്ട്. S നാരായണനാണ് ആ വാർത്ത മംഗളത്തിലെ ഒന്നാമത്തെ വാർത്തയാക്കി നമുക്ക് തരുന്നത്. അതിപ്രകാരം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാതെ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന മെഡൽ പട്ടിക പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സർക്കാർ യഥാസമയം ശുപാർശ പട്ടിക അയക്കാത്തതിനാൽ കേരളത്തിലെ മിടുക്കരായ IPSകാരടക്കം ഇക്കുറി പട്ടികയിൽ ഇല്ല എന്ന് മംഗളം റിപ്പോർട്ടിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സ്ഥിരീകരണം. കഴിഞ്ഞ 16-നാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് മംഗളം പ്രസ്തുതം ചെയ്തത്. കേന്ദ്ര സർക്കാരിന് പട്ടിക തയ്യാറാക്കി നൽകേണ്ട അവസാന തീയതി ഡിസംബർ 11-നായിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടയിലെ തർക്കം മൂലം ഇത് സംബന്ധിച്ച യോഗം ചേർന്നത് തന്നെ 27-നാണ്. അതുകൊണ്ട് ഇത്തവണ ആർക്കും പോലീസ് മെഡൽ ഉണ്ടാകില്ല എന്നാണ് മംഗളം പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതി നമുക്ക് നാളെ അറിയാൻ കഴിയുകയും ചെയ്യും. ജേക്കബ് തോമസിനോടുള്ള IAS നീരസമോ പകയോ രണ്ടായാലും വിജിലൻസ് ഡയറക്ടർക്കെതിരെ ചീഫ് സെക്രട്ടറി പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. കുറേ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ പരാതിയുടെ വാർത്തയോ അന്തരീക്ഷമോ പ്രധാന വാർത്തയാക്കി മാതൃഭൂമി ഇന്ന് തരുന്നു. മാതൃഭൂമിയുടെ ലീഡ് വാർത്തയും അതുതന്നെയാണ്. വിജിലൻസിന് ചീഫ് സെക്രട്ടറിയുടെ കുറ്റപത്രം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത മാതൃഭൂമി നമുക്ക് തരുന്നത്. മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിയുടെ ഫയൽ. പൊതുമേഖലയെ വിജിലൻസ് ക്ഷീണിപ്പിച്ചു, ഗൂഢാലോചന അന്വേഷിക്കണം, വിജിലൻസ് സംവിധാനം പൊളിച്ചെഴുതണം. K. ബാലകൃഷ്ണൻ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്രകാരം. ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥരും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും തമ്മിലുള്ള ശീതയുദ്ധം തുടരുന്നതിനിടെ വിജിലൻസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ചീഫ് സെക്രട്ടറി അയച്ച ഫയൽ പുറത്തു വന്നു. പൊതുമേഖലയെ പുനരുദ്ധരിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വിജിലൻസ് നടപടികൾ തുരങ്കം വെച്ചു എന്നാരോപിക്കുന്ന ഫയലാണ് ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മലബാർ സിമൻസ് MD ആയിരുന്ന K. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനോട് ബന്ധപ്പെട്ടായിരുന്നു ഫയൽ. പത്മകുമാറിൻ്റെ അറസ്റ്റ് സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന വിധത്തിലാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തു. മലബാർ സിമൻസിൽ ഉൽപ്പാദന സ്തംഭനമുണ്ടായി. വാളയാറിലെ യൂണിറ്റ് പൂർണ്ണമായും നിലച്ചു. സിമൻറ്റ് വിപണിയിൽ സ്വകാര്യ മേഖല പിടിമുറുക്കി. സിമൻറ്റ് വില കൂടുന്നതിനും ഇതിടയാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് SM വിജയാനന്ദ് എന്ന ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, വിജിലൻസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരൊറ്റയാളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശൈലിയും ശരിയല്ല എന്ന നിലയ്ക്ക് ഒരു നിർദ്ദേശം കൂടി, അത്തരം ഒരു കാര്യം കൂടി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നു. അത് പ്രത്യേക വാർത്തയാക്കി മാതൃഭൂമി തരുന്നു. അതിങ്ങനെയാണ്: വിജിലൻസ് നേതൃത്വം ഒരാളിൽ കേന്ദ്രീകരിക്കുന്നത് സംസ്ഥാന താൽപ്പര്യത്തിന് വിരുദ്ധമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ ഫയലിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായും അത് ജേക്കബ് തോമസിനെതിരായ ഒരു കുറ്റപത്രമായി മാറുന്നു. IASകാരും IPSകാരും തമ്മിലുള്ള ഈ ശീത സമരത്തിന് പുതിയൊരു മാനം കൈവരികയും ചെയ്യുന്നു ഈ വാർത്തയിലൂടെ. ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറം തെറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിന് അരിവിഹിതം കൂട്ടിത്തരാമെന്ന് ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന പസ്വാൻ എന്ന മന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകിയ കാര്യം കഴിഞ്ഞ ദിവസം വാർത്തകളായി വന്നിരുന്നു. എന്നാൽ അരിവിഹിതം കൂട്ടില്ല എന്ന കാര്യമാണ് ഒടുവിൽ തീരുമാനമായി വരുന്നത്. കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളി. അരിവിഹിതം കൂട്ടില്ല. ഭക്ഷ്യമന്ത്രി തരാമെന്ന് പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി ഉടക്കി. തരില്ല. പ്രധാനമന്ത്രിക്ക് കേരളത്തോടുള്ള നീരസം കൂടിക്കൂടി വരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും അരിവിഹിതം കൂട്ടില്ല. അതിന് കാരണം പ്രധാനമന്ത്രി. കോവളം രാധാകൃഷ്ണ വാർത്ത തരുന്നത് കാണുക. അരിവിഹിതം കൂട്ടിക്കിട്ടണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകരിച്ചില്ല. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം പ്രതിവർഷം 14.25 ലക്ഷം മെട്രിക് ടൺ അരിയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായി കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 16.01 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. കേരളത്തിന് പുറമെ ത്രിപുര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും ഭക്ഷ്യധാന്യ വിഹിതം കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പസ്വാൻ മന്ത്രിസഭാ യോഗത്തിൽ ഇത് അവതരിപ്പിച്ചെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിച്ചില്ല. 2011 സെൻസസ് അനുസരിച്ചാണ് ഓരോ സംസ്ഥാനത്തിനും ധാന്യവിഹിതം അനുവദിച്ചിട്ടുള്ളത്. ഇനി 2021 സെൻസസ് കഴിഞ്ഞ ശേഷമേ
ഇക്കാര്യത്തിൽ മാറ്റം വരുത്താനാകൂ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതായത് 2021 4 വർഷം കൂടി കാത്തിരുന്ന ശേഷമേ ഇത് മാറ്റാൻ കഴിയുന്നൊരു അന്തരീക്ഷം സെൻസസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അരി കിട്ടാതെ 4 വർഷം കൂടി നാം വലഞ്ഞുകൊള്ളട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് മാതൃഭൂമിയുടെ 1-ാം പുറം മറ്റൊരു ഹിതകരമല്ലാത്ത, ഇഷ്ടപ്പെടാൻ ഇടയില്ലാത്തൊരു വാർത്ത കൂടി തരുന്നു. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 30 പൈസ കൂടുക തന്നെ ചെയ്യും. ആ കാര്യത്തിലുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം പുറത്തേക്ക് വരും എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുന്നു. അത്തരമൊരു നിലപാടിലേക്ക് ഈ സർക്കാർ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ മാതൃഭൂമിക്ക് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് 30 പൈസ ഒരു യൂണിറ്റിന് കൂടും. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് ഒരാഴ്ചയ്ക്കകം പുറത്തിറങ്ങും. ഫെബ്രുവരി മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിലാകും. ഉത്തരവ് ഇറക്കുന്നതിനുള്ള കമ്മീഷൻ്റെ ചർച്ചകളും നടപടികളും അന്തിമഘട്ടത്തിലാണ്. ഈ കാര്യത്തിൽ ഉത്തരവ് ഒരാഴ്ചയ്ക്കകം ഇറങ്ങും എന്ന് നിരീക്ഷിക്കുന്നു മാതൃഭൂമി അതിൻ്റെ 1-ാം പുറം വാർത്തയിലൂടെ. അങ്ങനെ വരുമ്പോൾ അരിയില്ല, വൈദ്യുതി നിരക്ക് കൂടും തുടങ്ങിയ അവസ്ഥയിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. KSRTC ഒരു വെള്ളാനയായി മാറിയിട്ട് കാലമേറെയായി. ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻ എന്നേ കൊടുക്കുന്നില്ല. ആ അവസ്ഥ നിലനിൽക്കുമ്പോൾ 3 വർഷത്തിനകം KSRTCയെ പുനഃസംഘടിപ്പിച്ച് ലാഭത്തിലാക്കും എന്നാണ് KSRTCക്ക് വന്നിരിക്കുന്ന പുതിയ കർമ്മ പദ്ധതി പറയുന്നത്. സുമേഷ് കെ ബാലൻ ദേശാഭിമാനിയുടെ ലീഡ് വാർത്തയാക്കിയത് തരുന്നു. അതിങ്ങനെ: KSRTCയെ കടക്കണിയിൽ നിന്ന് കരകയറ്റി 3 വർഷത്തിനകം ലാഭത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര കർമ്മ പദ്ധതി. KSRTCയുടെ പുനഃസംഘടന സംബന്ധിച്ച് പഠനം നടത്തിയ കൊൽക്കത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫസർ സുശീൽ കന്നയുടെ പ്രാഥമിക റിപ്പോർട്ട് കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കുന്നത് എന്നും ദേശാഭിമാനിയുടെ ഈ ലീഡ് വാർത്ത നമ്മോട് പറയുന്നു. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നടക്കുന്ന സമരം, ആ സമരം കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന സമരമാണ്. വലിയ വാർത്താ പ്രാധാന്യം അത് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മലയാള മനോരമ അതേ സംബന്ധിച്ചൊരു വാർത്ത 1-ാം പേജിൽ തരുന്നു. ലോ അക്കാദമി സർക്കാർ ഇടപെടുന്ന ചർച്ച ഇന്ന് ആരംഭിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായി വിദ്യാർത്ഥികൾ ചർച്ച തുടങ്ങിയിരിക്കുന്നു. ഇന്നാണ് ചർച്ച ആരംഭിക്കുന്നത്. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം 2 ആഴ്ച പിന്നിട്ട സാഹചര്യത്തിൽ സർക്കാർ ഇടപെടുന്നു. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും. പ്രിൻസിപ്പലിൻ്റെ മോശം പെരുമാറ്റം, ഇൻറ്റേണൽ മാർക്കിൻ്റെ പേരിൽ പീഡനം, ജാതി വിളിച്ച് അധിക്ഷേപിക്കൽ ഉൾപ്പെടെ പരാതികൾ ഉന്നയിക്കുന്ന വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം ചെയ്യുന്നത്. 2 ദിവസമായി സർവകലാശാല ഉപസമിതി ഇവിടെ വിദ്യാർത്ഥികളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്നും തെളിവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചർച്ച ആരംഭിക്കും എന്ന് ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കേരളത്തിന് വെട്ടിക്കുറച്ച അരിവിഹിതം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രി പസ്വാൻ തയ്യാറായെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനനുവദിച്ചില്ല. റേഷനരിയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളം നിലനിൽക്കുന്നത് ശക്തമായ സുഘടിതമായ ഒരു പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്ന് നമുക്കറിയാം. ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ വന്നിരിക്കുന്ന ലേഖനം കാണുക. റേഷൻ അട്ടിമറിക്ക് ശേഷം പൊതുവിതരണത്തിനും നേരെയും വലിയ ആക്രമണം വരാൻ പോകുന്നു കേന്ദ്രത്തിൽ നിന്ന്. അതുകൂടി അട്ടിമറിക്കപ്പെട്ടാൽ നമ്മുടെ കാര്യം തഥൈവ. ശിവദാസ് മണ്ണൂർ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. രാജ്യത്തെ പോഷകഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ പൊതുവിതരണ സമ്പ്രദായം വഹിക്കുന്ന പങ്കിനെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് നിതി ആയോഗ് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് അത്തരമൊരു പഠനം നടത്തിയിട്ടുള്ളത്. പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്നത് സബ്സിഡിയോടുകൂടിയ പൊതുവിതരണ രീതിക്ക് പകരം നേരിട്ടുള്ള ക്യാഷ് ട്രാൻസ്ഫർ രീതിയാണ്. രാജ്യത്തെ പൊതുവിതരണ സമ്പ്രദായം സമൂലം അഴിച്ചുപണിയുന്നതിൻ്റെ മുന്നോടിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ജില്ലകളിൽ ക്യാഷ് ട്രാൻസ്ഫർ രീതി നടപ്പാക്കണമെന്നാണ് നിതി ആയോഗിൻ്റെ ശുപാർശ. ഇപ്പോൾ നിലവിലുള്ള പരിമിതമായ പൊതുവിതരണ സമ്പ്രദായത്തെ പോലും തകർക്കാനുള്ള മോഡി സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങളെ ശക്തിയുക്തം പ്രതിരോധിക്കേണ്ടതുണ്ട്. 2015 മാർച്ച് 20 മോഡി സർക്കാർ പുറപ്പെടുവിച്ച ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ഓർഡർ 2015 ആക്റ്റാണ് കേരളത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിൻ്റെ മേൽ ഉത്തരവനുസരിച്ച് കേരളത്തിലെ ഗ്രാമവാസികളിലെ 52.63% പേർക്കും നഗരവാസികളിലെ 39.5% പേർക്കും മാത്രമാണ് റേഷൻ അർഹതയുള്ളത്. 3,34,00,000 വരുന്ന കേരളീയരിൽ
1,54,00,000 പേർക്ക് മാത്രമേ റേഷൻ അർഹതയുള്ളൂ എന്നാണ് മോഡി സർക്കാരിൻ്റെ കണ്ടെത്തൽ. അങ്ങനെ അരി പിടിച്ചു വയ്ക്കുന്നു, അതിനുശേഷം പൊതുവിതരണ സമ്പ്രദായവും അട്ടിമറിക്കുന്നു എന്നാണ് ഈ ലേഖനം പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ചികിത്സ അവസാനിക്കുന്ന ഘട്ടത്തിൽ ജഗതി ശ്രീകുമാർ ഉല്ലാസവാനായി ഔത്സുക്യത്തോടെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, പൊതുരംഗ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ചിത്രം കാണുക. കേരള പോലീസിൻ്റെ ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനത്തിനെത്തിയ ജഗതി ശ്രീകുമാറിന് കൈകൊടുക്കുന്നത് പപ്പു സീബ്ര ആണ്. ആ ചിത്രം മെട്രോ മനോരമ ഇന്ന് ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.